പ്രാർത്ഥന ഒരു നിർണായക ആവശ്യമാണ്. പ്രയർ ഈസ് എ വൈറ്റൽ നെസസിറ്റി. നമ്മൾ ജീവിച്ചിരിക്കാൻ ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നുള്ളത്. സഭ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കൊരു 3 വിശുദ്ധർ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടി ഓർക്കാം. വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ അദ്ദേഹം പറഞ്ഞത്, നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ദൈവത്തെ അനുസ്മരിക്കണം. നമുക്കറിയാം, ഒരു ദിവസം എത്രയോ പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം നടത്തുന്നു. അതിനേക്കാൾ കൂടുതൽ ദൈവത്തെ അനുസ്മരിക്കണം, ദൈവ സാന്നിധ്യം അനുസ്മരിച്ച് ജീവിക്കണം എന്നുള്ളത് ഈ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ ഫിലിപ്പ് നേരി പറയുന്നുണ്ട്, മനുഷ്യൻ തന്റെ കഴിവുകൊണ്ട് വർഷങ്ങളോളം നോക്കിയിട്ട് നടക്കാത്തത് ദൈവം നടത്തി തരാനാണെങ്കിൽ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്, ഒരു നിമിഷം മതി. അത് ആരിലാണ് സാധ്യമാവുക? പ്രാർത്ഥിക്കുന്നവരിൽ. അതുകൊണ്ട് പ്രാർത്ഥന വളരെ നിർണായകമായിട്ടുള്ള ഒരാവശ്യമാണ് എന്ന് ഓരോ ക്രിസ്ത്യാനിയും ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കണം എന്നുള്ളത് ഈ വിശുദ്ധൻ പഠിപ്പിക്കുക. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളുടെ ഉറവിടവും വേരും മാതാവുമാണ് പ്രാർത്ഥന. അപ്പൊ ഈ പ്രാർത്ഥന എത്ര അനുഗ്രഹപ്രദമാണ്, ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സാധാരണ നമ്മള് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇച്ചിരി പ്രാർത്ഥിക്കുന്നതും വചനം ഏറ്റെടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. മോർണിംഗ് പ്രയർ, അതേക്കുറിച്ച് പല വിശുദ്ധരും സൂചിപ്പിച്ച ഒരു കാര്യം. ജോൺ ബനിയൻ എന്നുള്ള നല്ല ആത്മീയ ജീവിതം ഉണ്ടായിരുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞത്, മോർണിംഗ് പ്രയർ എന്ന് പറഞ്ഞാൽ വീണ് കിടക്കുന്നവർക്ക് പറന്നുയരാൻ അവരെ സഹായിക്കുന്ന ചിറകാണ് പ്രഭാത പ്രാർത്ഥന. അതുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥന നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രഭാതത്തിൽ തന്നെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ നമുക്ക് പറന്നുയരാൻ പറ്റും.